സ്റ്റാഫുകളുടെ സഹായത്തോടെ അദ്ദേഹം പല പ്രശ്നങ്ങളും പഠിച്ചു, പ്രധാനമായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ. കുറേയൊക്കെ അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അദ്ദേഹം ഗവർണേഴ്സ് കൗൺസിലുണ്ടായിരുന്ന കാലത്ത് പറഞ്ഞ പല നിർദ്ദേശങ്ങളും അന്നത്തെ ഗവർണർ അനുസരിച്ചില്ല. അതായത് സിലിക്കൺ വാലിയുടെ വരുമാനം കൂടിയപ്പോൾ അതിനനുസരിച്ച് സ്റ്റേറ്റിൻ്റെ വരുമാനം കൂടിയപ്പോൾ അതിനനുസരിച്ച് ചെലവ് അർണോൾഡ് ആവശ്യപ്പെട്ട രീതിയിലല്ല ചെയ്തത്. ആവശ്യമില്ലാത്ത ശമ്പളവും പെൻഷനും മറ്റ് പല സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും എല്ലാം കൂട്ടി. വരുമാനം കൂടുമ്പോൾ ഇതൊക്കെ കൂട്ടാൻ രസമാണ്. വരുമാനം കുറയുമ്പോൾ ഇതൊക്കെ കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അത് തന്നെയായിരുന്നു അവിടുത്തെ മെയിൻ പ്രശ്നവും. അന്നത്തെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ. അനധികൃതമായിട്ട് കുടിയേറി താമസിക്കുന്ന ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാം എന്നൊരു തീരുമാനം, അത് അർണോൾഡ് പിൻവലിച്ചു. അത്തരം ആൾക്കാരെ മുഴുവൻ US നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് അർണോൾഡ്. അങ്ങനെ എല്ലായിടത്തുനിന്നും എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തും എന്തെങ്കിലും സാമ്പത്തിക പരിഷ്കരണം അവിടെ നടപ്പിലാക്കിയ. എന്നാൽ അത്തരം പരിഷ്കാരങ്ങളില്ലാതെ സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കടബാധ്യത അത്രയും കൂടുതലാണ്. കടമെടുത്താൽ അതുകൊണ്ട് എന്തെങ്കിലും റിപ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, എന്നിട്ട് ആ കടം തിരിച്ചു വീട്ടണം. എന്നാലേ ഈ കടബാധ്യത കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ കടമെടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ലാസ്റ്റ് അതിൻ്റെ പലിശ കൊടുക്കാൻ വേറെ കടമെടുക്കുന്നു, മുതൽ കൂടിക്കൂടി വരുന്നു. അങ്ങനെ പോയിട്ടെന്താ കാര്യം? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നുള്ളതാണ് അർണോൾഡിൻ്റെ തീരുമാനം.